നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഹോട്ട് ആൻഡ് സോർ കോൺ ചിക്കൻ സൂപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ സൂപ്പിന് നമ്മളിവിടെ കുറച്ച് ചിക്കൻ്റെ എല്ലുള്ള പോർഷൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ കഴുത്ത്, ഈ പുറം ഭാഗം, എല്ല് കൂടുതലുള്ള പോർഷൻസ്, ദശ കുറവുള്ള കുറച്ച് പോർഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചോളമാണ്. ഇതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് കുറച്ചൊന്ന് ആവിയിൽ പുഴുങ്ങി ഇത് അടർത്തിയെടുക്കണം. ഇതധികം മൂത്തതല്ല. ഇത് കണ്ടോ, ഇങ്ങനത്തത് വേണം. നമ്മളിങ്ങനെ കൈകൊണ്ട് ഞെക്കുമ്പോൾ അതിൽ നിന്ന് നീര് വരത്തക്ക രീതിയിലുള്ള അത്രയ്ക്ക് മൂപ്പേ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ എല്ലിൻ്റെ പീസുകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടുകയാണ്. അതുപോലെ തന്നെ ഇഞ്ചി, പിന്നീട് ഈ കോണിൽ നിന്ന് കുറച്ച് അടർത്തിയെടുത്തിട്ട് അതിങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുകയാണ്, വേവിക്കുകയാണ്. പിന്നീട് ഇത് വയനയില, ബേ ലീവ്സ്, അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുകയാണ്, ഇതിൻ്റെ ഒരു സ്വാദ് കിട്ടാനായിട്ട്. പിന്നീട് ഈ മല്ലിച്ചപ്പാണ്, അതിൻ്റെ തണ്ട് കുറച്ചില നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് പുതിനയില, അതിൻ്റെ കുറച്ചില ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്, അതും ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയനാണ്, അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേണം ഇതിലിടാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം അധികം ഉപ്പിടരുത്, കുറച്ചിട്ടാൽ മതി. പിന്നീട് നമുക്ക് ഉപ്പ് പാകാക്കി നോക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 വിസിൽ കേൾപ്പിക്കത്തക്ക രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ ചിക്കനിലെ എല്ലിൻ്റെ പീസിൽ നിന്നൊക്കെ ജ്യൂസൊക്കെ നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി കിട്ടും. ഇത് നമുക്ക് ഒരു 5 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കർ ഒരു 3-4 വിസിൽ കേട്ടു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. നല്ല ജ്യൂസ് ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കനിൽ കുറച്ച് ദശയൊക്കെ ഉണ്ട്, അത് നമുക്ക് അടർത്തിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം നമ്മൾ ഇടുകയാണ്. നമ്മൾ വേവിച്ച ചിക്കൻ പീസിൽ നിന്ന് ഇത്രയും മീറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വേവിച്ച കോണുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആവിയിൽ വെച്ച് വേവിച്ചിട്ട് അതിൽ നിന്ന് അടർത്തിയിട്ടാലും മതി. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്ന ഈ കോൺ തന്നെ വേണമെങ്കിൽ 2ആയിട്ട് നുറുക്കിയിടാം. അത് അവരവരുടെ ഇഷ്ടം പോലെ, മുഴുവനായിട്ട് കിടക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകൾ നമുക്ക് ചേർക്കണം. ഇത് സോയ സോസാണ്. ഇത് ഒരു ടീസ്പൂണാണ്, ഇത് കുറച്ചല്ലേ ഉള്ളൂ, 1 ടീസ്പൂൺ ചേർക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് സോസാണ്, അത് 1 സ്പൂൺ, 1 ടീസ്പൂൺ ചേർക്കുകയാണ്. പിന്നീട് ഇത് ചില്ലി ടൊമാറ്റോ ആണ്,
ഇത് 1 സ്പൂൺ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക്, ഇത് കോൺഫ്ലോർ ആണ്, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നമുക്ക് കലക്കി വെക്കാം. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളതാണ്. നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം മതി നമുക്ക്. ഈ സമയത്ത് നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇത് മുട്ടയുടെ വൈറ്റാണ്. ഇത് നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കൊഴുപ്പ് കിട്ടത്തക്ക രീതിയിൽ ഈ കോൺഫ്ലോർ ഒഴിക്കാം. ചെറിയൊരു തിക്നെസ് നമുക്ക് വേണം. ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നല്ലൊരു ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.